ജില്ലാ കമ്മിറ്റി പ്രസ് മീറ്റ് നടത്തിയിരുന്നു. ആ പ്രസ് മീറ്റിൻ്റെ ഇടയിൽ നേതാക്കൾ പോയിട്ട് കരഞ്ഞ് കാല് പിടിച്ച് പാണക്കാട് പോയി കരഞ്ഞ് കാല് പിടിക്കിച്ച് മാപ്പ് അപേക്ഷിച്ചു. അതില്ലെങ്കിൽ പരാജയപ്പെടും എന്നുള്ള രീതിയിലൊരു പരാമർശം ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം പറഞ്ഞു. അതേക്കുറിച്ച് ആ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയവരിൽപ്പെട്ട ടി സിദ്ദീഖിന് എന്താണ് പറയാനുള്ളത്? അല്ല, ഏതൊരു സന്ദർഭത്തിലാണ് ജില്ലാ ലീഗിൻ്റെ പ്രസിഡന്റ് അത്തരം ഒരു പരാമർശം ഉപയോഗിച്ചത് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞാൽ അവിടെ പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നവരും അവർക്ക് വേണ്ടി സ്വാതന്ത്ര്യം നൽകുന്നവരുമാണ്. അവിടെ ആര് ചെന്നാലും അവർ ചേർത്ത് പിടിക്കുകയും അവർക്ക് അങ്ങേയറ്റം സ്നേഹം കൊടുക്കുകയും ചെയ്യുന്ന ഒരു തറവാട്ടിൽ ആരെയും കാലു പിടിപ്പിക്കാനോ ആരെയും മാപ്പ് അറിയിപ്പിക്കാനോ ഒരു സംവിധാനം പാണക്കാടില്ല. എല്ലാവർക്കും കിട്ടുന്ന സ്നേഹമാണ്. ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ കൊണ്ടിരുത്തി വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങൾക്ക് പറയാനൊക്കെ പറഞ്ഞ് ഒക്കെ കേട്ട് വളരെ സൗമ്യമായി പിരിഞ്ഞ് എല്ലാവർക്കും വേണ്ടി കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടാണ് പിരിഞ്ഞത്. പിന്നെ അവിടെ ഒരു കാല് പിടിക്കലോ മാപ്പ് പറയിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. അത് ഏത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞു എനിക്കറിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് പറ്റിയ ഒരു നാവുപിഴവായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് ഇതര സമുദായത്തിൽ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ്, അതായത് പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരു തറവാടാണ്. അപ്പോൾ അവിടെ കരഞ്ഞു കാല് പിടിപ്പിക്കലും അതുപോലെ തെറ്റ് ചെയ്തവരെ മാപ്പ് അപേക്ഷിക്കലും ഇല്ലെങ്കിൽ അവർ പിന്നെ ഇല്ല എന്ന രീതിയിലൊരു പരാമർശം വരുന്നത് ഇത് ഒരു മോശമായ ഒരു പരാമർശമല്ലേ അത്? അല്ല, അതാ പറഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞെന്നറിയില്ല. നിങ്ങൾക്ക് ആർക്ക് ചെന്നാലും പാണക്കാട് ചെന്നാലും ഉണ്ടാകുന്ന അനുഭവം അറിയാം. അവിടെ സ്നേഹതീരമാണ്. അവിടെ ചെന്നുന്നവരൊക്കെ സ്നേഹത്തോട് കൂട്ടിച്ചേർത്തിരുത്തുകയാണ്. അവർ പ്രയാസങ്ങൾ കേൾക്കുകയാണ്, അതിന് പരിഹാരമുണ്ടാക്കുകയാണ്. അത് വളരെ സൗഹൃദമായ അന്തരീക്ഷത്തിലാണ്. അപ്പം നമുക്കൊക്കെ എത്ര ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മളൊക്കെ മനസ്സിലൊരു കാര്യം വെച്ച് അവിടെ തർക്കം ഉന്നയിക്കാൻ വേണ്ടി രണ്ട് വിഭാഗം ചെന്നാലും പ്രിയപ്പെട്ട തങ്ങളുടെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. എല്ലാവർക്കും സ്വീകാര്യമായ രൂപത്തിൽ, എല്ലാവരും തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നീതിമാനായ തീരുമാനമെടുക്കുന്നു, സ്നേഹപ്രകടനം നടത്തുന്നു, ചെന്നവർക്കൊക്കെ ചായ സൽക്കാരം നടത്തുന്നു. പോരുമ്പോൾ എല്ലാവരും തോളിൽ തട്ടി അത് ആവശ്യമായ പ്രാർത്ഥന നടത്തി പിരിഞ്ഞു പോകാറ്. അങ്ങനത്തെ ഒരു വീട്ടിൽ ഇങ്ങനെ കാല് പിടിപ്പിച്ചു എന്ന് എന്ത് അടിസ്ഥാനത്തിൽ പറഞ്ഞു അറിയില്ല. മിക്കവാറും അദ്ദേഹത്തിന് പറ്റിയ ഒരു വീഴ്ചയായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നാക്കുപിഴവായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അസംതൃപ്തരുടെ കാര്യത്തിൽ എങ്ങനെയാണ് അതിൻ്റെ തീരുമാനം ഉണ്ടായിട്ടുള്ളത്? തീരുമാനങ്ങളൊന്നും നിങ്ങൾ ആവശ്യപ്പെട്ട് ഒന്നും അംഗീകരിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പാർട്ടി എടുത്ത എല്ലാ തീരുമാനങ്ങളും അവർ പറഞ്ഞതുപോലെ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് പാർട്ടിയുടെ അച്ചടക്കത്തിന് വിരുദ്ധമായതുകൊണ്ട് ഞാൻ തീരുമാനങ്ങളൊന്നും പറയുന്നില്ല. അതൊക്കെ എന്തൊക്കെ തീരുമാനമെടുത്തു എന്ന് അവിടെ പങ്കെടുത്തവർക്കൊക്കെ അറിയാം. ഒരു കാര്യം ഉറപ്പായിരുന്നു, നമുക്കറിയാം, ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് രണ്ട് അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അത് പാണക്കാട് തങ്ങളൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കൂടി ആ അഭിപ്രായം നിലനിന്നു. അതോടെ കൂടെ വിഷയം തീർന്നു. തങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അംഗീകരിക്കാത്ത ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനുമില്ല. ഈ കാര്യത്തിലും പാണക്കാട് തങ്ങളുടെ പ്രഖ്യാപനം വന്നതോടുകൂടി ഞങ്ങളൊക്കെ അത് സംബന്ധിച്ച എല്ലാവരുടെ തർക്കം തീർന്നു. എന്നാൽ രണ്ട് വിഭാഗമായിട്ട് രണ്ട് അഭിപ്രായങ്ങൾ രണ്ട് ചേരിലും ഉയർന്ന സാഹചര്യത്തിൽ ഈ രണ്ട് വിഭാഗക്കാരെയും വിളിച്ച് ഒന്നിപ്പിക്കുകയും അവരെ ഒന്നിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി ഇറക്കി വിടുക എന്നൊരു ദൗത്യം നേതൃത്വം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി മാത്രം അവിടെ വിളിച്ചത്. അവിടെ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനത്തിന് ശേഷമുള്ള തർക്കത്തിനല്ല. അങ്ങനെ ഭിന്നിച്ച് നിന്നിരുന്ന രണ്ട് ഭാഗത്തെയും കൂട്ടി നിങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇനി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണിയെടുക്കുക. അതെല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ച് അവിടെ പോകുന്നതാണ്. അതോടൊപ്പം മറ്റു ചില ഡിമാൻഡുകളുണ്ടായിരുന്നു. അതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പരിഗണിക്കാം. അത് തങ്ങൾ നൽകിയ ഉറപ്പും അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നൽകിയ ഉറപ്പൊക്കെ അത് തെരഞ്ഞെടുപ്പിന് ശേഷം അതൊക്കെ പാലിക്കപ്പെടുന്ന കാര്യം ഞങ്ങൾക്കൊരു തർക്കമില്ല. അതേപോലെ തന്നെ അന്നത്തെ കൺവെൻഷൻ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ എത്താൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ടു. അപ്പോൾ ഒന്ന് കയറിയുള്ളൂ. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ വേണ്ടി വന്നു. ഞാൻ അന്നത്തെ കൺവെൻഷൻ പങ്കെടുക്കുമെന്ന് ഉറപ്പ് നൽകിയതാണ്. ഞാനത് അതിനുവേണ്ടി പോകുന്നതാണ്. പക്ഷേ എൻ്റെ ചില പ്രൊഫഷണൽ ബന്ധപ്പെട്ട് എനിക്ക് ഇവിടെ പട്ടാമ്പിന്ന് ഇവിടെ എത്താനുള്ള സമയമാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വിളിച്ചാൽ പറഞ്ഞില്ലേ, എനിക്ക് അരമണിക്കൂർ സമയമാണെന്ന്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലും നേതാക്കന്മാരെ കണ്ടില്ല. അന്ന് അവിടെ പോയവരെല്ലാവരും ആ സമയത്തുണ്ടായിരുന്നില്ല. അത് തീരുമാനത്തിൻ്റെ ഒരു അന്തിമ തീരുമാനം വരുന്നവരെ പിന്നെ ഒരു വിഷയത്തിൽ രണ്ട് തട്ടായിരുന്നല്ലോ. അത് വിഷയം കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളിച്ചു, വിഷയങ്ങൾ പറഞ്ഞു തീർത്തു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു തീർത്ത വിഷയം തങ്ങളുടെ മുമ്പാകെ വെച്ച് ഒന്ന് പ്രഖ്യാപിക്കുക എന്ന് മാത്രമാണ് രണ്ടാമത്തെ വിസിറ്റിങ്ങിൻ്റെ ഉദ്ദേശം. തങ്ങളുടെ അടുത്ത് പോയി തർക്ക വിഷയത്തിലല്ല. വിഷയങ്ങളൊക്കെ ബഹുമാനായ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു തീർത്താണ്. ആ തീർത്ത കാര്യങ്ങൾ അന്ന് തങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നില്ല. മാസപ്പിറയുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് തിരക്കിലായിരുന്നു. എന്നാൽ മറ്റൊരു ദിവസം തങ്ങളുടെ സാന്നിധ്യത്തിൽ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാം എന്ന് പറയുന്ന അടിസ്ഥാനത്തിലാണ് ജില്ലാ നേതാക്കളെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയെയും ഇവിടുത്തെ അച്ചടക്ക സമിതി ചെയർമാൻ
കരീം സാഹിബിനെയും അതുപോലെ തന്നെ പാണക്കാട് റഷീദ് അലി തങ്ങളെയും ഒക്കെ ഇരുത്തി ഈ തീരുമാനം പറഞ്ഞു. നിങ്ങളെല്ലാവരും ഒരുമിച്ച് പോകണം എന്ന് ആവശ്യപ്പെട്ടു. അത് അംഗീകരിച്ചു. സന്തോഷത്തോടെ പിരിഞ്ഞു പോകുന്നത്. പിന്നെ എന്താണ് ഇത്തരത്തിലൊരു പ്രസ്ഥാനം വരാനും ഇതുപോലെ ഒരു വാർത്താ സമ്മേളനം വന്നു എനിക്കറിയില്ല. താങ്കൾക്കെതിരെ ഇപ്പോൾ നിലവിലെ നടപടി എടുത്തിട്ടുണ്ടോ? സർവീസ് സാറിൻ്റെ ബാങ്കിൻ്റെ പ്രസിഡന്റുമാർക്ക് ബാങ്കിലെ ഒരു സാമ്പത്തികമായി ചില പ്രയാസങ്ങളുണ്ടായി, എനിക്കറിയാം. അതിനെ സംബന്ധിച്ച് പാർട്ടിയിൽ നിരന്തരമായി എനിക്കെതിരെയുള്ള അറ്റാക്കുകൾ വന്നു പാർട്ടിക്കകത്ത്. അങ്ങനെ സംസ്ഥാന കമ്മിറ്റിയോട് ഞാനാ പറയുന്നത് ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ, കാരണം അതിനും എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നിജസ്ഥിതി എന്താണ്, അരൂർ ബാങ്കിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പാർട്ടി ആളുകൾ അറിയണം. ആയതുകൊണ്ട് പാർട്ടി തലത്തിൽ ഒരു അന്വേഷണം നടത്തണം. ഞാൻ ആവശ്യപ്പെട്ടത് സംസ്ഥാന കമ്മിറ്റിയോട്. എൻ്റെ ആവശ്യപ്രകാരമാണ് അന്വേഷണ കമ്മീഷൻ വെച്ചത്. ഈ പാർട്ടി തലത്തിൽ അന്വേഷണം എന്ന് പറയുമ്പോഴേ നിലവിൽ പാർട്ടിക്കകത്തുള്ള ആളുകൾ എന്തോ പ്രശ്നം കാണിച്ചിട്ടുണ്ട് അതിൽ എന്നുള്ളതല്ലേ? അതുകൊണ്ടല്ല ഈ ആരോപണം, എനിക്കെതിരെ ഈ ആരോപണത്തിൻ്റെ പുകമറ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുള്ള എൻ്റെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞു ഈ ബാങ്കിൽ 265 എൻക്വയറി, ഒരു 64 എൻക്വയറി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കൺക്ലൂഷൻ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതിലെന്താ പറഞ്ഞത്, 2013, 18, 18, 23, 28 ഈ 3 കാലഘട്ടങ്ങളുണ്ടായ 28 ഇപ്പോഴത്തെ നിലവിലെ ഭരണസമിതി ഉദ്ദേശിക്കുന്നത്, എൻ്റെ അല്ല. അപ്പോൾ ഇപ്പോഴത്തെ ഭരണസമിതി ഉൾപ്പെടെയുള്ളവർ ബാങ്കിൽ വായ്പക്കാർക്ക് അമിത പലിശ ഇളവ് കൊടുത്തു എന്നാണ് ഒരു കണ്ടെത്തൽ. ഡെപ്പോസിറ്റർമാർക്ക് ഇൻട്രസ്റ്റ് അധികം കൊടുത്തു, താൽക്കാലിക ജീവനക്കാരെ വെച്ച് ശമ്പളം കൊടുത്തു. ഇത് പറയുന്നുണ്ട്. ഇങ്ങനെ ഈ സാമ്പത്തിക നഷ്ടമല്ലാതെ സാമ്പത്തികമായി ഒരു പൈസ അരൂർ ബാങ്കിൽ അഴിമതി നടത്തിയിട്ടുണ്ടോ, സാമ്പത്തിക ക്രമം നടത്തിയിട്ടുണ്ടോ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഈ സത്യാവസ്ഥ എനിക്ക് ബോധ്യപ്പെടുത്തണം. അവിടെ അഴിമതിയല്ല, സാധാരണക്കാർക്ക് കുട്ടിയെടുത്ത് വലിച്ചാണ്. അതിൽ 37 പേരുണ്ട്. ഈ 37 പേർക്കാണ് ഈ സർചാർജ് ഈടാക്കുന്നത്. അതിലൊരു വ്യക്തി മാത്രമാണ് ഞാൻ. 37 ഒരു വ്യക്തി എന്നല്ലാതെ ബാങ്കിന് പ്രശ്നം നൽകി എനിക്കെതിരെ ഒരു പരാമർശവുമില്ല. അപ്പോൾ ഇത് പാർട്ടി അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് എൻ്റെ ആവശ്യം. ഇന്നേ അവർ പറഞ്ഞത് സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെടെ പ്രകീർത്തിക്കപ്പെട്ടവരെ പാർട്ടി സംരക്ഷിച്ചു. മുസ്ലിം ലീഗ് അരൂർ ബാങ്കിനെതിരെ ആരോപണം വന്ന ഉടനെ തന്നെ താങ്കൾ നീക്കി എന്നുള്ളതാണ്. അതാ പറഞ്ഞത്. എൻ്റെ സത്യാവസ്ഥ എനിക്കറിയാം. പാർട്ടി അന്വേഷണം ആവശ്യപ്പെടുന്നത് ഞാനാണ്. ഇപ്പം കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ഈ അന്വേഷണം വേഗത്തിലാക്കാൻ ഒരു നിർദ്ദേശം ലഭിച്ചു. അത് കാരണം എന്താ വെച്ചാൽ 1 മാസം കൊണ്ട് അന്വേഷണം അത് പൂർത്തീകരിക്കാൻ എന്നോട് പറഞ്ഞതാണ്. അതിപ്പോൾ 4 മാസമായി. ആ അന്വേഷണം പൂർത്തീകരിക്കൽ എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നും അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് അനുകൂലമായ പ്രതികരണമാണോ? അവിടെ നിന്ന് വെച്ച് തന്നെ അനുകൂല പ്രതികരണം. അത് ആ റിപ്പോർട്ട് വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിലവിൽ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ റഷീദ് ആല എന്ന് പറയുന്ന മണ്ഡലം പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ആധിപത്യമാണ് ഇവിടെ നടക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. ഈ ഒരു പരസ്യമായ ഒരു പ്രസ്ഥാനಕ್ಕೆ ഞാൻ ഇപ്പോൾ മുതിരുന്നില്ല. അതൊക്കെ പാർട്ടിയുടെ അകത്ത് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ. റഷീദ് ആലയെ മാറ്റണം എന്ന് തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പാർട്ടിയുടെ അകത്തെ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അതിൽ കിടക്കുന്നില്ല. റഷീദ് ആല പാർട്ടി അംഗമല്ലാത്ത ഒരാൾ ഈ 2 മീറ്റിങ്ങിൽ പങ്കെടുത്തു എന്ന് ഒരു പരാമർശം അവിടെ വന്നിരുന്നു. പാർട്ടി അംഗമല്ലാത്ത ഒരാളെ കൊണ്ടാണ് നിങ്ങൾ അകത്ത് കയറി തങ്ങളുമായിട്ട് ചർച്ച നടത്തിയത്. ആരെ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ കൂടെ വന്നവരെല്ലാവരും പാർട്ടിക്കാരാണ്, ഒരു നേതാക്കന്മാരാണല്ലോ. പാർട്ടിയുടെ അഭിപ്രായം പറയാൻ നേതാക്കന്മാർക്ക് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂന്നില്ലല്ലോ. നേതാവ് അല്ലെങ്കിലും പാർട്ടിക്ക് വേണ്ടി നിരന്തരമായി പണിയെടുക്കുന്ന ഒരാൾക്ക് അഭിപ്രായം പറഞ്ഞുകൂടെ? സാധാരണ പ്രവർത്തകർ പറയാൻ പാടില്ലേ? പാണക്കാട് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും ആയത് പാർട്ടി പ്രവർത്തകരും പോയി കാണാം. അതിന് ഇന്ന ക്വാളിഫിക്കേഷനും വെച്ചിട്ടില്ല. ഇന്ന കാറ്റഗറിയിൽപ്പെട്ടവരെ തങ്ങളെ കാണാൻ പറ്റുള്ളൂന്നോ, തങ്ങളോട് സംസാരിക്കാൻ പറ്റുള്ളൂന്നോ, അല്ലെങ്കിൽ പാർട്ടികളുടെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ചട്ടക്കൂടുണ്ട്. അങ്ങനെ ബൈല പാർട്ടിക്കുണ്ടോ? ലീഗ് അല്ലാത്ത ആരും പോയി എന്ന് പറയും. പൊന്മാർ കൈക്കുട്ടി പറഞ്ഞ് ലീഗൽ മെമ്പർഷിപ്പ് ഇല്ലാത്തയാൾ എന്നാണ് പറഞ്ഞത്. മുസ്തഫ വറോഡനെയാണ് പരോക്ഷമായി ഉദ്ദേശിച്ചതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. മുസ്തഫ വറോഡനാണ് ഉദ്ദേശിച്ചെങ്കിൽ മുസ്തഫ വറോഡൻ ജില്ലാ കൗൺസിൽ മെമ്പറാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയോജക മണ്ഡലമോ ജില്ലയുടെ കൗൺസിലറാണ്. ഒരു ജില്ലാ കൗൺസിലറോ നിയോജക മണ്ഡലം കൗൺസിലറോ ആകാമെന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വാർഡിൽ നിന്നും പഞ്ചായത്തിൽ കൗൺസിലാവുന്നു, പഞ്ചായത്തിൽ നിന്നും നിയോജക മണ്ഡലത്തിൽ കൗൺസിലാവുന്നു, നിയോജക മണ്ഡലത്തിൽ നിന്നും ജില്ലയിൽ കൗൺസിലാവുന്നു. ഇതൊക്കെ മെമ്പർഷിപ്പിൻ്റെ തോതനുസരിച്ചിട്ട് 50-1 പഞ്ചായത്തിലേക്ക്, 200-1 മണ്ഡലത്തിലേക്ക്, 400-1 ജില്ലാ കൗൺസിലേക്ക്. അപ്പോൾ 400 മെമ്പർഷിപ്പിൻ്റെ പ്രതിയാണ് വറോഡ മുസ്തഫ. അയാളെങ്ങനെ പാർട്ടി ലീഡറല്ലായിരിക്കും? അയാളെങ്ങനെ പാർട്ടിക്കാരനല്ലായിരിക്കും? അയാളെ ഉദ്ദേശിച്ചെങ്കിൽ
അത് ശുദ്ധ അസംബന്ധം. താങ്കളാണെങ്കിലോ നടപടി നേരിട്ടിരിക്കണം. അപ്പോൾ താങ്കളെ ഉദ്ദേശിച്ചതെങ്കിലോ? ഞാൻ ഇപ്പോഴും പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമാണ്. എനിക്ക് നടപടിയില്ലല്ലോ. ഞാൻ ലീവ് എടുത്തിക്കാണല്ലോ. ഞാൻ ലീവ് എടുത്തിരിക്കുന്നത്. താങ്കൾ പുറത്താക്കിയിട്ടില്ല, നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇതുവരെ. ഞാൻ പാർട്ടിക്ക് ലീവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ജില്ലാ പ്രസിഡന്റ് ചോദിക്കൂ എന്നാണ് അവിടെ. ഞാൻ പാർട്ടിക്ക് ലീവിന് അപേക്ഷിക്കുക. ഈ അന്വേഷണം പൂർത്തീകരിക്കുന്നവരെ ഞാൻ പാർട്ടിനോട് ലീവിന് അപേക്ഷിക്കാം. എൻ്റെ ലീവ് അപേക്ഷ ഒരു നടപടി എൻ്റെ ലീവ് അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, അല്ല എന്ന് എൻ്റെ ലീവല്ല എൻ്റെ ഒരു നടപടി എടുത്തു എന്ന് ഈ ഏതെങ്കിലും ഭാരമായിക്കൊണ്ടോ നിങ്ങൾ ചോദിക്കൂ ജില്ലാ പ്രസിഡന്റ്. ലീവ് നിങ്ങൾ എത്ര മാസം? ഒരു മാസത്തിനാണല്ലോ കൊടുത്തിട്ടില്ല. ഒരു മാസമൊന്നുമല്ല, അന്വേഷണം കഴിയുന്നവരെ. അതുകൊണ്ടാണ് അന്വേഷണം പൂർത്തീകരിക്കപ്പെടാത്തത് കൊണ്ട് അടിയന്തരമായി അന്വേഷണം പൂർത്തീകരിക്കപ്പെടണം പറഞ്ഞു. എനിക്ക് നടപടിയല്ല, എനിക്ക് ലീവാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ജനറൽ സെക്രട്ടറി പോസ്റ്റ് ആ ഒഴിവ് നികത്തിയിട്ടില്ലല്ലോ. IC ആണല്ലോ ഇൻചാർജ്. ലീഗിന് കൊടുക്കുന്ന ഏത് റിപ്പോർട്ടിൽ നിങ്ങൾ കാണുന്നത് ജനറൽ സെക്രട്ടറി IC ആണ്. അവിടെ പറഞ്ഞു യോഗത്തില് പരിചയപ്പെടുത്തിയത്. അല്ല, നടപടി പുറത്തായ സീറ്റ് വേക്കൻ്റ് ചെയ്യൂലേ. ഇന്ന് മറ്റൊരു കാര്യം, പൊൻപാറ കോഴിക്കോട്ട് ഈ വിഷയം പറയുമ്പോൾ പാർട്ടി അംഗമല്ലാത്തയാൾ രാഷ്ട്രീയ ചർച്ചയ്ക്ക് കയറി എന്ന് പറയുമ്പോൾ മരക്കാൻ മാരാമംഗലം സാഹിബ് അവിടെ ഇരിക്കുന്നുണ്ട്. സാഹിബ് അതിനെ എതിർത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ യോഗത്തിൽ സാഹിബിനെ അവിടെ വെച്ച് എതിർക്കാമായിരുന്നല്ലോ. എതിർക്കേണ്ടതാണ്, തീർച്ചയായിട്ടും എതിർക്കേണ്ടതാണ്. പക്ഷെ എതിർത്തിട്ടില്ലല്ലോ. അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിങ്ങളൊന്ന് ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതായിരുന്നു. ആരാണ് ഉദ്ദേശിക്കണമെന്ന്, ഈ ഇദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് നിങ്ങൾ ജില്ലാ ലീഗിൻ്റെ പ്രസിഡന്റ് ഒന്ന് ചോദിക്കേണ്ടതായിരുന്നു. തൃപ്തനാണോ ഇപ്പോൾ? ഞങ്ങൾ പാണക്കാട് തങ്ങളൊരു തീരുമാനം പറഞ്ഞാൽ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു തീരുമാനം പറഞ്ഞാൽ അത് തൃപ്തരാണ്. ഞങ്ങൾ തൃപ്തരാണ്. ഇനി വെറുതെ ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കിയിട്ട് ഇനിയും പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. വളരെ സ്മൂത്തായിട്ട് പോകുന്നു. ഇനി ആർക്കെങ്കിലും ഇത് പ്രശ്നം ഉണ്ടാക്കി വഷളാക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് പാണക്കാട് നിന്ന് ഈ വിഷയം തീർന്നതോടുകൂടി ഞങ്ങൾ സംതൃപ്തരാണ്. ഞങ്ങളൊക്കെ സജീവമായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ ഈ ഇന്നലെ മുതൽ തുടങ്ങി. ഞാൻ ഇന്നിപ്പോൾ 3 ബൂത്ത് കമ്മിറ്റിയുടെ ഉദ്ഘാടനം ഞാൻ നടത്തി. ഞാനാണ് 3 ബൂത്ത് കമ്മിറ്റി ഉദ്ഘാടനം രാവിലെ നടത്തി. ഇന്ന് മുതൽ ഇറങ്ങിക്കൂടെ? ഇന്ന് രാവിലെ ഉദ്ഘാടനം നടത്തി. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്, ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്.